Hello guys, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ് ലെഗോ. ലെഗോയിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുവാണ് ഒരു കുഞ്ഞാപ്പി. ആദ്യം തന്നെ നമുക്ക് ഈ വലിയൊരു പീസ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പീസ് എടുത്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സെയിം പീസ് എടുത്തിട്ട് ഇവിടെ വെക്കുക. ഇങ്ങനെ ഒട്ടും വെക്കരുത്, കറക്റ്റ് പൊസിഷനിൽ വേണം. ഇങ്ങനെ ഒരിക്കലും വെക്കരുത്. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പീസ് എടുക്കാം. ഈ ഒരു പീസ് കണ്ടോ, അത് ഈ മിഡിലിൽ വെക്കണം. ഈ ഒരു ഭാഗം എങ്ങനെയാ വെക്കണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. അയ്യോ, ഇത് ഫിറ്റ് ആവുന്നില്ല. അപ്പോ നമ്മൾക്ക് നോക്കേണ്ട പീസാണ് ഇത്. അത് മിഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേളിൽ ഇത് കണ്ടു, അതിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കണം. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് ഈ പീസ് ഇവിടെ വെക്കാം. ഇങ്ങനെ വെക്കുക. അപ്പം ഇത് കുറച്ചും കൂടി വലുതായി. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇങ്ങനത്തെ പീസ്, പക്ഷെ ചെറുത്തെടുക്കുക. അത് ഇങ്ങനെ വെക്കുക, അടി കൂടി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ സൈഡ്, ഈ പച്ച ലെഗോ പീസ് ഇവിടെ വെക്കുക. വേറൊരെണ്ണം കൂടി ഇവിടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഗോൾഡൻ പീസ് ഇവിടെ വെക്കുക. അപ്പൊ നമ്മുടെ കാർ ചെറുതായിട്ട് രസകരമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേ കളർ പീസ് ഈ ഒരെണ്ണത്തിൽ വെക്കാം. ഇങ്ങനെയായി. എന്നിട്ട് ഈ ഒരു സീറ്റ് ഇവിടെ വെക്കുക. ഈ റെഡ് പീസ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരും. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ പീസ് പിന്നെയും മാറ്റുക. എന്നിട്ട് ഇവിടെ വെക്കുക. ഇവിടെ നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ലെങ്കിൽ ഇത് കണ്ടോ, ഈ പച്ച സീറ്റ് അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വെക്കുക. ഇനി നമുക്ക് ഈ എൻജിൻ ഇവിടെ വെക്കാം. കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പീസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ ഇങ്ങനത്തെ പീസ് സൈഡിൽ വെക്കുക. ഈ ഗോൾഡൻ ഇത് കണ്ടോ, കാണുന്നുണ്ടോ? ക്ലിയർ. ഇത് കണ്ടോ, അത് ഇവിടത്തെ എക്സിലോട്ട് ഫിക്സ് ചെയ്യുക. അതുകൊണ്ട് വേറൊരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ നേരത്തെ സൈഡിൽ വെച്ച പീസ് ഇങ്ങനെ വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാം. ഞാൻ ഇങ്ങനെ വെക്കത്തുള്ളൂ. അതേപോലെ സെയിം
ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് സെയിം വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പീസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേറൊരു പീസും കൂടി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. എന്നിട്ട് വേറെ ഇങ്ങനത്തെ പീസ് എടുക്കുക, കണക്ട് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഈ പീസ് കണ്ടോ, അതും കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പപ്പണി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കുഞ്ഞു പീസ് കണക്ട് ചെയ്യാം. എൻ്റെ നേരത്തെ പോലെ ഇത് കണക്ട് ചെയ്യുക. എന്നിട്ട് എൻജിൻ കണ്ടോ, എൻജിൻ്റെ ചെറിയ സർക്കിൾസിൽ ഇങ്ങനെ വയ്ക്കുക. ഇച്ചിരി പാടാണ് വെക്കാൻ. കണ്ടോ, സോറി ഗൈസ്, ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഈ പീസ് നമുക്ക് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. എൻജിൻ കണ്ടോ, അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ വരും. വേറെ നമ്മൾ ഇത് ഉണ്ടാക്കിയതും അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കണക്ട് ചെയ്യുക. പക്ഷെ ഈ പ്രാവശ്യം വളരെ പുറകിലാവേണ്ടത് കണ്ടോ. ഇനിയാണ് നമ്മുടെ കാറ് കുറച്ചുകൂടി നന്നായത്.